ബറക്കത്ത് കെട്ടവനായിരിക്കണമെങ്കിലേ സുബഹിക്ക് ശേഷമുറങ്ങ് പരമസുഖത്തിലേ. ഉസ്താദിന്റെ വരികളാണ്, പഠിച്ചു വെക്കണേ. എനിക്ക് ജീവിതത്തിൽ ബറക്കത്ത് വേണമെന്ന് ആശ വേണോ? ജോലിയിൽ ബറക്കത്ത് വേണോ? സമ്പത്ത് വർധന വേണോ? മക്കള് സ്വാലിഹീങ്ങളാണോ? കുടുംബത്തിൽ ഐശ്വര്യം വേണോ? എങ്കിൽ സുബഹി കഴിഞ്ഞ് ഉറങ്ങാൻ പാടില്ല. ബറക്കത്ത് കെട്ടവനായിരിക്കണമെങ്കിലേ സുബഹിക്ക് ശേഷമുറങ്ങ് പരമസുഖത്തിലേ. ജീവിതത്തിൽ ബറക്കത്ത് വേണ്ട എന്ന് ആഗ്രഹിക്കുന്ന മക്കളെ, അങ്ങനെ ഒരാളും ആഗ്രഹിക്കാറില്ല. അങ്ങനെ ആഗ്രഹമുള്ളവർ സുബഹിക്ക് ശേഷം ഉറങ്ങിക്കോ. തഴവാ ഉസ്താദിന്റെ വരികളാണ്. ഇന്ന് നമ്മുടെ തലമുറ നിലനിർത്തി പോരുന്ന ഒരു അമലുണ്ടെങ്കിൽ 100 വട്ടം സുബ്ഹാനല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് ഒന്നുമല്ല. മോനെ, റമദാൻ മുതൽ നീ ചെയ്യുന്ന അമലേതാ? സാധാ റമദാൻ കഴിഞ്ഞ എല്ലാ ദിവസവും സുബഹി കഴിഞ്ഞ് അരമണിക്കൂർ ഉറങ്ങും. അന്ന് മുതൽ ചെയ്തു വന്ന ആചാര അനുഷ്ഠാനങ്ങൾ ഞങ്ങൾക്ക് യാതൊരുവിധ വിട്ടുവീഴ്ചയില്ല. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ സുബഹി കഴിഞ്ഞ് ജമാഅത്തായിട്ട് ഉറങ്ങും. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്നാ തുടങ്ങി വെച്ചത്? റമദാനിൽ തുടങ്ങിയ ഒരു ശൈലി നമ്മൾ ഇപ്പോഴും നിലനിർത്തിക്കൊണ്ടുവരിക. ഇന്നിപ്പോ രാവിലെ ഉറങ്ങി, തഹജ്ജുദ് നിസ്കരിച്ചാണോ? ഒന്നുമല്ല, രാവിലെ അത്താഴം കഴിച്ചു. 3 പൊറോട്ട 4 ചിക്കൻ കറി അടിച്ചിട്ട് മിന്നി കിടന്നുറങ്ങി. ഫുഡ് കഴിച്ചാൽ സാധാരണ ആരോഗ്യം വരിക വേണ്ടത്. നമ്മുടെ കേരളീയ സ്വഭാവം എന്താണ്? ഒരു ബിരിയാണി പോയി കഴിച്ചാൽ, ഒളിത്തുരുത്തി പോയി കഴിച്ചാൽ, ഞായറാഴ്ച ദിവസം ഫുഡ് കഴിച്ചാൽ പിന്നെന്താ പരിപാടി? ഉറങ്ങണം. 2 അന്നത്തെ അസർ പോയി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. സുബഹി കഴിഞ്ഞ് ഉറക്ക. അതുകൊണ്ടാണ് മക്കൾക്കൊന്നും ബറക്കത്തില്ലാത്തത്. നമ്മുടെ മക്കളൊക്കെ തേരാപ്പാര ഇങ്ങനെ നടക്കുക. ജോലിയില്ല, കൂലിയില്ല. പഠിച്ചു, +2 കഴിഞ്ഞു, BA കഴിഞ്ഞു, എമ്മാകുന്ന അഭിവൃദ്ധിയിലേക്ക് അദ്ദേഹം എത്തി. മാമികൾ രേഖപ്പെടുത്തുക. അള്ളാഹു മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. അതിരാവിലെയാണ് ബിസിനസ്സിന് ഇറങ്ങേണ്ടത്. അതിരാവിലെ മഴയല്ലേ കഴിയട്ടെ എന്ന് പറഞ്ഞ് വീട്ടിൽ പോയിച്ചു കിടക്കും. രാവിലെ ഇറങ്ങണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തില്ലയോ? അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മതി ഫീ ബുകൂരിഹാ. അല്ലാഹുവേ, പടച്ചറബേ, എൻ്റെ സമുദായത്തിന്റെ പ്രഭാതത്തിൽ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. ഹബീബായ നബി തങ്ങൾ ദുആ ചെയ്തതാകുന്ന ആ ഒരു അവസരം, ആ ഒരു ബറക്കത്ത് പ്രിയപ്പെട്ട മുസ്ലിമേ നമുക്ക് നേടിയെടുക്കണ്ടേ സോദരാ. അതിരാവിലെ തുടങ്ങണം നല്ല അമലുകൾ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 2 നിർത്താൻ ഇതും കൂടെ പറഞ്ഞിട്ട് ദുആയിലേക്ക് കിടക്കാം. എന്താ രണ്ടാമത്തത്? ഒരു ഭക്ഷണത്തെയും നിസ്സാരപ്പെടുത്തൂല. ആര്? ഫിർഔൻ. കുതിരപ്പുറത്ത് ഇങ്ങനെ പോവാൻ. അപ്പൊ ഇവിടെ എന്താ കിടക്കുന്നതായിട്ട് കണ്ടു. നോക്കുമ്പോ ഒരു റൊട്ടി കഷാണ്. ഫിർഔൻ ചാടി ഇറങ്ങും. അല്ലാഹു ശപിച്ചവനാണ്. പക്ഷെ എന്നിട്ടും അവന്റെ നന്മയാർന്ന ഒരു പ്രവർത്തനം അല്ലാഹ് പറയാൻ ഇറങ്ങിയിട്ട് ആ റൊട്ടി കഷ ഇങ്ങനെ പകുതിയുള്ളു. ആരോ കഴിച്ചിട്ട് ചവച്ചു ഉപ്പിട്ടേ അതെടുക്കും. ആ നിലത്ത് ഭയങ്കര തിരക്കാ. പടയാളികൾ ഇങ്ങനെ പുറകെ ഉണ്ട്. അതിന്റെ പൊടിപടലകൾ ഇങ്ങനെ കൊണ്ട് മരുഭൂമി ഇങ്ങനെ തത്തിക്കളിക്കുമ്പോഴും ഇവൻ ഇറങ്ങിയിട്ട് ആ ഇത് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ആ പൊടി ഇങ്ങനെ തട്ടിക്കളയും. അവന്റെ വസ്ത്രത്തിൽ വെച്ചിട്ട് അതിൻ്റെതാകുന്ന പൊടി തട്ടിയിട്ട് അത് സൂക്ഷിക്കും. ഒന്നില്ലെങ്കിൽ അവൻ കഴിക്കും, അല്ലെങ്കിൽ കൂടെയുള്ളവർ കഴിക്കും. നമ്മളോ ചോറിങ്ങനെ വിളമ്പി ഇടുമ്പോ തന്നെ 2 തവി ഇവിടെ പോയിട്ടുണ്ട് ഹാജിയാര്. നമ്മളത് എടുക്കാൻ കാശ് ഇഷ്ടം പോലെ ഇരിക്കും. ലക്ഷക്കണക്കിന് രൂപ അല്ല, 1-ാം തരം സുപ്ര വിരിച്ചിരിക്കും. ഇതിനകത്തോട്ട് ഒരു വറ്റി വീണുമ്പോൾ അതിങ്ങ് എടുക്കണ്ടേ? എടാ, മണ്ണി വീണാൽ തന്നെ അതെടുത്ത് കഴുകി കഴിക്കണ്ടേ? ചോറ് കളയരുതേ, വിളമ്പി നിലത്ത് പൊഴിയരുതേ. 1 മണി അരിക്ക് പെരിയവൻ കൊടുത്ത പദവിയും മഹത്വമേറിയതാ. ശിഫയത് മുഴുക്കയാക്കിയതാ. തഴവാ ഉസ്താദിന്റെ വരികളാണ്. ഈ വരി നിങ്ങൾ അവിടെ ഇവിടെ നോക്കിയാൽ മൊബൈലിലൊന്നും കിട്ടൂല. ഇത് സ്വന്തം ഭാര്യയ്ക്ക്, എൻ്റെ ഉമ്മാടെ ഉമ്മാക്ക് എഴുതിയ കത്തിലുള്ള വരികളാണ്. മലബാറിലേക്ക് വാതിന് പോകുമ്പോ സ്വന്തം ഭാര്യയ്ക്ക് കത്തെഴുതും. ആ കത്തിലുള്ള വരികളാണ്. കഥകടയ്ക്കാതെ ഉറങ്ങരുതേ നീ നോക്കാതെ, ഞാനത് റെഡിക്കടച്ചെന്നുറപ്പ് പലരും നിനക്ക് തന്നാലും, കഥകുകൾ അടഞ്ഞ് കണ്ടാലും. ഒരു
ഒരു ഭർത്താവ് തന്റെ ഭാര്യയ്ക്ക് എഴുതുന്ന കത്താണ്. 60-70 ദിവസമാണ് തുടർച്ചയായിട്ട് വാത്. കോഴിക്കോട് കുറ്റിച്ചിറയിൽ പോയി 67 ദിവസം തുടർച്ചയായി വാത് പറഞ്ഞു, ഈമാൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി. എത്ര ദിവസം? 2 മാസവും ചില്ലറ ദിവസവും. വാത് കഴിഞ്ഞോ? ഇല്ല. ബഹുമാനപ്പെട്ടവരുടെ വാത് അത്രമാത്രം സ്വീകാര്യതയായിരുന്നു. എന്നിട്ടും വിഷയം തീർന്നില്ല. പിറ്റത്തെ കൊല്ലം 1 മാസം കൂടി ഡേറ്റ് കൊടുത്തിട്ടാണ് ഈമാൻ എന്നൊരു വിഷയം സംസാരിച്ചു തീർന്നത്. ഇങ്ങനെ ലോകത്ത് പ്രസംഗിച്ച നമ്മുടെ അറിവിൽ ഒരു പണ്ഡിതനില്ല. അള്ളാഹു ഒരിടത്ത് ഈ ദറജ ഉയർത്തുമാറാവർ. നമ്മുടെ കേരളത്തിൽ ഇല്ലായിട്ടില്ല. മനസ്സിലാകുന്നുണ്ട്? 2 മാസമൊക്കെ തുടർച്ചയായിട്ട് ഒരു വിഷയം വെച്ച് വാത് പറയാൻ. സുബ്ഹാനല്ലാഹ്, അള്ളാഹു എടുത്ത ദറജ ഉയർത്തുമാറാവട്ടെ. 2-3 വരിയും കൂടെ പാടിയ കൊള്ളാം. അള്ളാഹു നമ്മുടെ ഉസ്താദുമാർക്കൊക്കെ ദീർഘായുസ്സ് നൽകട്ടെ. ഇവിടെ ശ്രദ്ധിക്കണം. അപ്പൊ എന്താ? കഥകടയ്ക്കാതെ ആദ്യം കൊടുക്കാണ്. കത്തിന്റെ തുടക്കം തന്നെ എങ്ങനെയാണ്? കഥകടയ്ക്കാതെ ഉറങ്ങരുതേ നീ നോക്കാതെ, ഞാനത് റെഡിക്കടച്ചെന്നുറപ്പ് പലരും നിനക്ക് തന്നാലും, കഥകുകൾ അടഞ്ഞു കണ്ടാലും അടുത്ത് ചെന്നിടണേ, അടിമുടി അടക്കി നോക്കിടണേ, അതിനൂടെ കൊളുത്തു സാക്ഷകൾ ശരിക്ക് വീണത് പിടിച്ചു നോക്കിടണേ, എന്നിട്ടുറപ്പിലെത്തിടണേ. കാര്യമോ ശരിയാ, പക്ഷെ നിനക്കിതും കളിയാ, എന്നാൽ മുബശ്ശിറായ റസൂല് തന്നത് പരസ്യമാക്കിയതാ, ഗൗരവമുണ്ട് കൂടിയതാ. പശുവിനൊക്കെയുമേ നിത്യമിൽ കാടി നൽകണമേ, അവയുടെ ദാഹമൊക്കെ ശരിക്ക് തീർത്ത് വിശപ്പടക്കിടണേ, വാജിബ് തന്നിതോർത്തിടണേ. ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ട് പറയാൻ. ചോറ് കളയരുതേ, വിളമ്പി നിലത്ത് പൊഴിയരുതേ, 1 മണി അരിക്ക് പെരിയവൻ കൊടുത്ത പദവിയും മഹത്തമേറിയതാ, ശിഫയത് മുഴുക്കയാക്കിയതാ. അതൊരൊറ്റ വറ്റ് പോലും കളയാതെ കഴിക്കണം. അതിലാണ് ബർക്കത്ത്. ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടാണ് വന്നെങ്കിൽ എന്താണ് നമ്മുടെ അവസ്ഥ? ഇന്നത്തെ വൈകിട്ടത്തെ ഭക്ഷണം നമ്മൾ പറയല്ലോ, ഉസ്താദേ എത്ര കിട്ടിയാലും കൊണ്ട് മതിയാകുന്നില്ല. അതെന്താ കാരണം എന്നറിയോ? അന്നത്തെ ബഹുമാനിക്കാത്തവനെ അന്നം തരുന്ന അള്ളാഹു ബഹുമാനിക്കില്ല, നിന്ദിക്കും. അന്നത്തെ നിന്ദിക്കുന്നവനെ അന്നം തരുന്ന അള്ളാഹു നിന്ദിക്കും. ഈ സമുദായത്തിലുണ്ടായ നാശം നമ്മളിന്ന് വേസ്റ്റ് ആക്കാണ്. ഇഷ്ടം പോലെ വേസ്റ്റ് ആക്കുക. നല്ല വൃത്തിക്ക് വിളമ്പാനാണ് ഒരുത്തനെ ശമ്പളം കൊടുത്തിട്ട് വിളമ്പാനായിട്ട് ഞായറാഴ്ച ദിവസം നിർത്തിയത് സർവീസ്. എന്നിട്ട് അവന്റെ വിളമ്പലം 2 കഷ്ണം ഉടുപ്പേലും നിർമ്മിച്ചു ഹലാക്ക്. 5 ദിവസത്തേക്ക് ഇടാൻ വേണ്ടി ഇട്ട കമ്മീസാണ്. അവൻ ഒറ്റ ദിവസം കൊണ്ട് ഹറാബാണ്. മലയാളി കാശുകാരൻ. ഫിരൗൻ രണ്ടാമനാണ്. നല്ല കാശുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. 2 പീസ് കോഫി, ചായ, ഇടിയപ്പം, മൊറോട്ടി, പത്തിരിയപ്പം, ദോശ, പൊട്ട്, ഇറച്ചി, മൊട്ടോസ്, കിഴങ്ങരി, കേക്ക്, മുറുക്ക്, അച്ചപ്പം, നെയ്യപ്പം, സുഖിയൻ, ബോളി, വെപ്പളോളി, ജിലേബി, അൽബൂരി, മിച്ചർ, ഹൽവ, പിടിച്ചോ. എല്ലാ സാധനവും കൊടുക്കും. ഇതെങ്ങനെ പഠിച്ചത്? ഞാൻ പണ്ട് കരുനാഗപ്പള്ളി പഠിക്കുമ്പോൾ തഴവായിലവിടെ ഓതുമ്പോൾ അവിടെ ചോദ്യത്തെന്ന് പറഞ്ഞ ഹോട്ടലുണ്ട്. അപ്പൊ രാവിലെ സുബൈ കഴിഞ്ഞിട്ട് അവിടെ ചായ കുടിക്കാൻ വേണ്ടി എവിടെയാ പോടുന്നത്? ദറസിലെ കുട്ടികൾക്കൊക്കെ ഫ്രീ ആണ് അവിടെ. അപ്പൊ അവിടെ ബോർഡ് ഇങ്ങനെ ഉണ്ടാവും. ആ ബോർഡ് ഇങ്ങനെ നോക്കി എല്ലാ ദിവസവും ഇതിങ്ങനെ കാണുമല്ലേ, അങ്ങനെ ഹിഫ്ള് ചെയ്ത് പഠിച്ചു. കാരണം ഇത് കുറെ നാൾ കഴിയുമ്പോൾ നമുക്ക് ഈ ജോലിയൊന്നും ഇല്ലെങ്കിലും ഹോട്ടലിൽ പോയി നിന്നെങ്കിലും കാര്യങ്ങൾ നടക്കണ്ടേ, അതിനുവേണ്ടി പഠിച്ചു വെച്ച്. അള്ളാഹു നമ്മളെയൊക്കെ സാലിഹ്യങ്ങളെ ചേർക്കട്ടെ. ഇവിടെ ശ്രദ്ധിക്കണേ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ രീതിയിൽ നമ്മൾ ധൂർത്തും ദുർവ്യവും ഇന്നത്തെ സമൂഹത്തിൽ വല്ലാതെ കൂടിയിരിക്കുകയാണ്. അത് വലിയ വിഷയം തന്നെയാണ് കേട്ടോ, നിസ്സാര വിഷയമല്ല. ഭക്ഷണത്തെ നിസ്സാരപ്പെടുത്തിയിരുന്നു. ഒരല്പം വെള്ളമാണെങ്കിൽ പോലും മക്കളോട് ഇരുന്ന് ബിസ്മിദിൽ കൃത്യമായി നിയ്യത്ത് വെച്ച് കുടിക്കാൻ. നിസ്സാരമാക്കരുത്. എല്ലാം ഉണ്ട്, പക്ഷെ ഒന്നുമില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. നമ്മുടെ അവസ്ഥ എല്ലാം ഉണ്ട്, പക്ഷെ ഒന്നുമില്ല. ആ എല്ലാ തരത്തിലേക്കും പൂർത്തിയാക്കണമെങ്കിൽ അന്നത്തെ ബഹുമാനിക്കും, എങ്കിലേ അന്നം തരുന്ന അള്ളാഹു നമ്മളെ ബഹുമാനിക്കുള്ളൂ. ഫിർഔനിലുണ്ടായ ക്വാളിറ്റി അതാണ് എന്ന് അള്ളാഹു എന്നോട് പറഞ്ഞതായി മൂസാ നബി അലൈഹിസ്സലാം മനസ്സിലാക്കി. നമുക്ക് ആ ക്വാളിറ്റി ഉണ്ടാക്കണം. അതിനാണ് ഇപ്പൊ ഈ ദിവസം ഇന്നത് പറഞ്ഞത്.
അള്ളാഹു നമുക്ക് ആ ക്വാളിറ്റി നൽകി അനുഗ്രഹിക്കട്ടെ. അതിലൂടെ അവനിലുള്ളതാകുന്ന എല്ലാ ദുശീലങ്ങളും അഹങ്കാരവും കിബറും അതൊക്കെ മാറ്റണം. ആഖിറത്ത് ലക്ഷ്യം വെച്ച് അള്ളാഹുവിന് തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. ആഖിറത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായി ഞങ്ങളെ നീ ഖബൂലാക്കണേ അല്ലാ. ആ രീതിയിൽ പ്രവർത്തിക്കുമ്പോഴാണ് വിലായത്തിന്റെ മർത്തബയിലേക്ക് എത്തുക. അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ الذين آمنوا وكانوا يتقون. ഈമാനിന്റേതാകുന്ന ചഞ്ചലമാകുന്ന അവസ്ഥയിലേക്ക് നീ എത്തിപ്പെടുമ്പോഴാണ് ഫിർഔനും കൂട്ടാളികളും ക്രൂശിക്കുമ്പോഴും കൊണ്ടുവന്ന് പച്ചയ്ക്ക് കൊണ്ടുവന്ന് പരയിലേക്ക് കൊണ്ടുവന്ന് ആണിയടിക്കുമ്പോഴും വിളിച്ചു പറയുകയാണ് ആമന്നാ ബിറബ്ബി മൂസാ വഹാറൂൻ, ഞങ്ങൾ മൂസാ നബിയുടെയും ഹാറൂനിന്റെയും റബ്ബിനെ കൊണ്ട് വിശ്വസിച്ചു എന്ന് പറയുന്ന വഹ്ദാനിയത്തിലേക്ക് മുസ്ലിമേ നീ എപ്പോഴാണ് കടന്നു വരുന്നത്? ഏത് അധികാരത്തിലേക്ക് ആര് വരട്ടെ, ഏതൊക്കെ നിലയിൽ മുസ്ലിമേ നിന്നെ ക്രൂശിക്കട്ടെ, സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി നിന്റേതാകുന്ന എല്ലാ അവസ്ഥകളിലും പ്രയാസപ്പെടുത്തട്ടെ, അപ്പോഴൊക്കെ അല്ലാഹു അഹദ് അല്ലാഹു അഹദ് അല്ലാഹു അഹദ് പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ദീനിൽ അടിയുറച്ച് നിലനിൽക്കാൻ വേണ്ടി പരിശ്രമിച്ചതായ ബഹുമാനപ്പെട്ട ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു അല്ലാഹു നൽകിയ ഈമാനിന്റെ ഹൃദയത്തിലുണ്ടാവട്ടെ. അല്ലാഹു അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു നൽകിയ ഈമാനിന്റെ ഹൃദയത്തിലുണ്ടാവട്ടെ. സുഹദാക്കളാകുന്ന സഹാബത്തിന് പടച്ചറപ്പ് കൊടുത്തതായ ഈമാനിന്റെ ഹൃദയത്തിലുണ്ടാവണം. ഒരു നിലയ്ക്കും നീ ഈമാൻ കളഞ്ഞു കുടിക്കാൻ പാടില്ല. വകാനൂ യത്തഖൂൻ, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് നമസ്കാരങ്ങളെ ചിട്ടവെച്ച്, നോമ്പുകളെ കൃത്യത വെച്ച്, സക്കാത്തുകളെ കൊടുത്തു വീട്ടി, പാവങ്ങളുടെ കണ്ണീരുപ്പി, നിരാലംബർക്ക് അവലംബമായി, നിരാശരർക്ക് ആശ്രയത്വം കൊടുത്ത്, യതീമീങ്ങളെ പരിപൂർണമായി സംരക്ഷിച്ച്, പാവപ്പെട്ട അനാഥ മക്കളെ സംരക്ഷിച്ച്, പാവപ്പെട്ട വിധവകൾക്ക് പരിപൂർണമായി സംരക്ഷണം കൊടുത്ത്, നാട്ടിലുള്ള പട്ടിണി പാവങ്ങൾക്ക് പരിപൂർണമായി അവരുടെ ജീവിത വ്യവഹാരങ്ങളിൽ ഞാൻ ശ്രദ്ധ ചെലുത്താമെന്ന് പറഞ്ഞുകൊണ്ട് നിലകൊണ്ട് പള്ളിയുടെയും മദ്രസയുടെയും വിഷയങ്ങളിലൊക്കെ പരിപൂർണമായി മുൻപന്തിയിൽ നിന്നുകൊണ്ട് ആഖിറത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഭയത്തോടുകൂടിയുള്ള ജീവിതം നയിക്കുന്നവരെ, അന്യ സ്ത്രീ പുരുഷന്മാരുമായിട്ടുള്ള ബന്ധം പുലർത്താതെ, അന്യപര പുരുഷന്മാരുമായിട്ടുള്ള ബന്ധം സ്ത്രീകൾ പുലർത്താതെ ആഖിറത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് കണ്ണിനെ, കാതിനെ, ശരീരത്തിന്റെ അവയവങ്ങളെ പരിപൂർണമായി കൂച്ചുവിലങ്ങിട്ടുകൊണ്ട് ജീവിക്കുന്നവരെ, അവരാണ് യഥാർത്ഥ അല്ലാഹുവിന്റെ വിലായത്ത് എത്തിച്ചവരെന്ന് പരിശുദ്ധമായ ഖുർആൻ. അത്തരത്തിലുള്ള മഹോന്നതരല്ലേ പതിയാങ്കര ഉസ്താദ്. അതുകൊണ്ടല്ലേ ഈ നാട് ഒട്ടാകെ അവരെ ഏറ്റെടുത്തത്. ഈ സമൂഹത്തിനും സമുദായത്തിനും എന്തിനേറെ ഇതര സമുദായത്തിലുള്ള ആളുകൾക്ക് വരെ ഗുണകാംക്ഷകരായി വർത്തിച്ചിരുന്നവരല്ലേ കുഞ്ഞഹമ്മദ് ഉസ്താദ്. അല്ലാഹുവേ അവിടുത്തെ ദറജ ഉയർത്തണേ അല്ലാ. അവർ കാണിച്ചു തന്ന ഈമാനിന്റെ തായ്വടി അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഞങ്ങൾക്കും തൗഫീഖ് നൽകണേ അല്ലാ. ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ, പാലും കൊടുത്ത് വളർത്തലും അവളാണ്. ഇവ 3 കാര്യം ബാപ്പയിൽ ഒഴിവാണ്. ഉമ്മയോടുള്ളതാകുന്ന അടങ്ങാത്ത സ്നേഹവും അനുരാഗവും എത്ര പറഞ്ഞാലും മതിയാവില്ല. ചെറുപ്പക്കാരാ, ഈ വിനീതം പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് മാതാപിതാക്കളുമായി പറഞ്ഞത് യൂട്യൂബിലുണ്ടെന്ന് കേൾക്കണേ. പെങ്ങളെ, മാതാപിതാക്കളെ മറന്നുകൊണ്ട് ഒളിച്ചോടാൻ വേണ്ടി നിൽക്കുന്ന സഹോദരിമാരെ, ആ പ്രസംഗമൊന്ന് ശ്രദ്ധിക്കണേ. ആഖിറത്തെ ചിന്തിച്ചുകൊണ്ട് മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് എടുക്കാൻ ഉപകരിക്കും.